വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ സജു ലിജു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പഴങ്കഞ്ഞിയുടെ വീഡിയോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസത്തെ ചോറ് നല്ല മൺകലത്തിൽ കുഞ്ഞുള്ളിയും കാന്താരിമുളകും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഭദ്രമായി അടച്ചു വെച്ചു. അപ്പോൾ നാളെ നമ്മുടെ പഴങ്കഞ്ഞി കഴിക്കുന്നതിനോടൊപ്പം കൂട്ടാനുള്ള മൊളീഷനാണ്. അപ്പോൾ നല്ല അയില മുളകിട്ടതാണ് നമ്മുടെ കറി. അപ്പോൾ കറിവേപ്പിലയൊക്കെ ചീന്തിയിട്ട് നല്ല രണ്ട് ഇളക്കലൊക്കെ ഇളക്കി അവിടെ വെക്കുകയാണ്. അപ്പോൾ ആ ചട്ടിയിൽ നിന്ന് തന്നെ ആ കറി ഒന്ന് കുറുകും കേട്ടോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മുടെ പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാനുള്ള പയറ് തോരനാണ്. അപ്പോൾ പയറ് തോരൻ റെഡിയാക്കുവാണ്. അപ്പോൾ പയറ് തോരനും പിന്നെ നമ്മുടെ മുട്ട ഓംലെറ്റ്, അതായത് ഓംലെറ്റ് ഇല്ലാതെ എന്ത് പഴങ്കഞ്ഞി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഓംലെറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള 5 പേരൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഒന്ന് 1 by 1 ആയിട്ട് ഇങ്ങനെ ഓംലെറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓംലെറ്റിന് ശേഷം നമ്മുടെ അടുത്ത ഐറ്റമായിട്ടുള്ള നല്ല ഉണക്കമാന്തളാണ്. നമ്മുടെ നാട്ടിലൊക്കെ മാന്തൽ എന്നൊക്കെ പറയും. പിന്നെ അതിന് ശേഷം ഒരു ചമ്മന്തിയാണേ. അപ്പോൾ ചമ്മന്തി ചമ്മന്തിക്ക് ശേഷം ഇപ്പോൾ ഞാനൊരു കാര്യം വിട്ടുപോയി വീഡിയോയിൽ ചേർക്കാൻ. അപ്പോൾ നമ്മുടെ കപ്പ, മെയിൻ സാധനമാണ് കപ്പ. അതുപോലെ തന്നെ അയില വറുത്തത്, പിന്നെ കൊണ്ടാട്ടം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിളമ്പാനുള്ള ഇലയാണ് ഇടത്തി മുറിക്കുന്നത്. അപ്പോൾ തൈര്, നമ്മുടെ വിഭവങ്ങളൊക്കെ നോക്കൂ കേട്ടോ. അപ്പോൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാലപ്പഴക്കമുള്ള ഓട്ട് കിണ്ണത്തിലാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഭവങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.